നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം ഇസ് ഷോ ദാറ്റ് സീക്വൻസ് 1/n ഈസ് എ കോഷി സീക്വൻസ്. നമുക്ക് കോഷി ക്രൈറ്റീരിയൻ അറിയാം. സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. സോ സീക്വൻസ് 1/n ഒരു കൺവെർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് കോഷി സീക്വൻസ് ആയിരിക്കുകയും ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചാണ് സീക്വൻസ് 1/n കോഷി സീക്വൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറിലി ചോസൺ. എപ്സിലൺ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1/ε 2/ε ഇവരെല്ലാം റിയൽ നമ്പേഴ്സാണ്. So by Archimedean property there exists some natural number h such that this h is greater than 2/ε. 2/ε is a real number, so there exists some natural number greater than that. അങ്ങനെയുള്ളൊരു നാച്ചുറൽ നമ്പർ ആയിട്ടാണ് നമ്മളിവിടെ എച്ചിനെ എടുക്കുന്നത്. നൗ എച്ചിനേക്കാളും വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിട്ടുള്ള രണ്ട് നാച്ചുറൽ നമ്പേഴ്സാണ് എമ്മും എന്നും. അപ്പോൾ എച്ച് മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും ആവാം എമ്മും എന്നും. ദെൻ വി ആർ ഫൈൻഡിങ് വാട്ട് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xm മൈനസ് xn ഓർ xn മൈനസ് xm. ഇറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1/n മൈനസ് 1/m. നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പ്രകാരം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1/n പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1/m എന്ന് പറയാൻ പറ്റും. പക്ഷെ 1/n 1/m ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അബ്സല്യൂട്ട് വാല്യൂ സിമ്പിൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n പ്ലസ് 1/m. ഇവിടെ നമ്മൾ എമ്മും എന്നും ചൂസ് ചെയ്തിരിക്കുന്നത് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഇങ്ങനെയാണ് ഞാൻ എം ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് 1/m വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/h. ഓക്കെ, ഇതുപോലെ തന്നെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണ്. അതുകൊണ്ട് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/h ആയിരിക്കും. സോ വി ഹാവ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/h പ്ലസ് 1/h വിച്ച് ഇസ് ഈക്വൽ ടു 2/h. ഇനി അടുത്തതായിട്ട് നമുക്കറിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2/ε ലെസ് ദാൻ എച്ച് ആണ് എന്നറിയാം. സോ രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/h ഈസ് ലെസ് ദാൻ ε/2. So here we have 2/h. So 2 times 1/h is less than 2 times ε/2 which is equal to epsilon. So we have this is less than epsilon. ഇവിടെ എപ്സിലൺ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത ഒരാളായതുകൊണ്ട് നമുക്ക് സീക്വൻസ് 1/n ഒരു കോഷി സീക്വൻസ് ആണ് എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഡെഫിനിഷൻ ഫോർ കോഷി സീക്വൻസ്. നൗ നെക്സ്റ്റ് പ്രോബ്ലം. ഇവിടെ നമ്മളൊരു ഐറ്ററേറ്റഡ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസ് ആണ് എടുക്കുന്നത്. x1 is equal to 1, x2 is equal to 2. സീക്വൻസിലെ ആദ്യത്തെ രണ്ട് ആൾക്കാർ 1ഉം 2ഉം ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് xn is equal to 1/2 times xn minus 1 plus xn minus 2 means xn is the average of the previous two terms of the sequence. സോ ഇനി x3 ആയിട്ട് വരാൻ പോകുന്നത് x1ൻ്റെയും x2ൻ്റെയും ആവറേജ് ആയിരിക്കും. ദെൻ x2ൻ്റെയും ഇതിൻ്റെയും കൂടി ആവറേജ് ആണ് x4 ആയിട്ട് വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം കുറച്ച് ടേംസ് ആരൊക്കെയാണെന്ന്. നമ്മുടെ സീക്വൻസ് ഇപ്പോൾ ഇങ്ങനെയാണ് 1 2. മൂന്നാമത് വരുന്നത് 1ൻ്റെയും 2ൻ്റെയും ആവറേജ്, ദാറ്റ് മീൻസ് 1.5. അടുത്തതായിട്ട് നമുക്ക് വരേണ്ടത് 2ൻ്റെയും 1.5ൻ്റെയും ആവറേജ്. 2ൻ്റെയും 1.5ൻ്റെയും ആവറേജ് എന്ന് പറയുന്നത് 1.75. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1.75ൻ്റെയും 1.5ൻ്റെയും ആവറേജ് ആണ്. സോ 1.5 പ്ലസ് 1.75 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ വി വിൽ ഗെറ്റ് 1.625. അടുത്തതായിട്ട് വീണ്ടും 1.75ൻ്റെയും 1.625ൻ്റെയും ആവറേജ്. ഇങ്ങനെയാണ് ഈ സീക്വൻസ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് കണ്ടാൽ അറിയാം 1ൽ നിന്ന് 2ലേക്ക് ഇൻക്രീസ് ചെയ്തു, അവിടെ നിന്ന് 1.5ലേക്ക് ഡിക്രീസ് ചെയ്തു, ദെൻ 1.5ൽ നിന്ന് 1.75ലേക്ക് ഇൻക്രീസ് ചെയ്യണു, എഗെയിൻ ഇറ്റ് ഡിക്രീസസ്. ഇങ്ങനെയാണ് ഈ സീക്വൻസ് പോകുന്നത്. സോ ദിസ് ഈസ് നെയ്തർ ആൻ ഇൻക്രീസിങ് സീക്വൻസ് നോർ എ ഡിക്രീസിങ് സീക്വൻസ്. സോ ദിസ് ഈസ് നോട്ട് എ monotone sequence.
ഇതുവരെ ഈ രീതിയിലുള്ള സീക്വൻസുകൾ നമ്മൾ മോണോട്ടോൺ സീക്വൻസ് ആണോ അത് ബൗണ്ടഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് കൺവെർജൻ്റ് ആണ് അല്ലെങ്കിൽ ഡൈവർജൻ്റ് ആണ് ലിമിറ്റ് കണ്ടുപിടിക്കുക അതൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഇതൊരു മോണോട്ടോൺ സീക്വൻസ് അല്ല, അതുകൊണ്ട് ആ മെത്തേഡ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ സീക്വൻസ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ സീക്വൻസ് കോഷി സീക്വൻസ് ആണോ എന്നാണ്. ഓർ ഐ വിൽ പ്രൂവ് ദാറ്റ് ദിസ് ഈസ് എ കോഷി സീക്വൻസ്. അതിന് ആദ്യം ഞാൻ തൊട്ടടുത്ത കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നോക്കുന്നു. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു, നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എക്സ് എൻ പ്ലസ് വൺ എന്നുള്ളതിനെ നമുക്ക് 1/2 ടൈംസ് എക്സ് എൻ പ്ലസ് എക്സ് എൻ മൈനസ് വൺ എഴുതാം. അതുപോലെ എക്സ് എൻ എന്നുള്ളതിനെ 1/2 ടൈംസ് എക്സ് എൻ മൈനസ് വൺ പ്ലസ് എക്സ് എൻ മൈനസ് ടു എന്നെഴുതാം. സോ ദിസ് ഇസ് 1/2 ടൈംസ് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് ടു. ദെൻ എക്സ് എൻ എന്നുള്ളതിനെ വീണ്ടും നമുക്ക് 1/2 ടൈംസ് 1/2 ഇൻറ്റു എക്സ് എൻ മൈനസ് വൺ പ്ലസ് എക്സ് എൻ മൈനസ് ടു മൈനസ് എക്സ് എൻ മൈനസ് ടു എന്ന് എഴുതാം, വിച്ച് സെയിം ആസ് 1/4 ടൈംസ് എക്സ് എൻ മൈനസ് വൺ മൈനസ് എക്സ് എൻ മൈനസ് ടു. ഇങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1/2 പവർ എൻ ആണ് എന്ന് പറയാൻ പറ്റും. ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ജോമെട്രിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ നോക്കേണ്ട ആവശ്യമുള്ളൂ. 1ഉം 1/2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. പിന്നെയുള്ള രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1/4 ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1/8 ആണ്. ഇങ്ങനെയാണ് ഈ ഡിഫറൻസ് പോകുന്നത്. സോ എക്സ് എൻ പ്ലസ് വണ്ണും എക്സ് എന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വിൽ ബി 1/2 പവർ എൻ. ആവറേജിങ് പ്രോസസ്സ് ആയതുകൊണ്ട് അത് വളരെ ക്ലിയർ ആണ്. ദെൻ അടുത്തതായിട്ട് ഞാൻ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണ്, എൻ ആൻഡ് എം. അപ്പോൾ നമുക്ക് ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി പ്രകാരം ഇതിലേതെങ്കിലും ഒന്ന് മറ്റതിനേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ വലിയ നാച്ചുറൽ നമ്പറിനെ ഞാൻ എൻ എന്ന് വിളിക്കണം, അടുത്തതിനെ എം എന്ന് വിളിക്കണം. ദെൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഇതെന്താണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ സപ്പോസ് മൈ എൻ ഇസ് 100, എം എന്ന് പറയുന്നത് 50 ആണ് എന്ന് വിചാരിക്കാം. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് 100 മൈനസ് എക്സ് 50 ഇതാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഞാനിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് 100ൽ നിന്ന് എക്സ് 99 സബ്ട്രാക്റ്റ് ചെയ്യണു, ദെൻ എക്സ് 99 ആഡ് ചെയ്യുന്നു, ദെൻ എക്സ് 98 സബ്ട്രാക്റ്റ് ചെയ്യുന്നു, എക്സ് 98 ആഡ് ചെയ്യുന്നു, അങ്ങനെ മൈനസ് പ്ലസ് എക്സെട്ര. അവസാനം ഞാൻ എക്സ് 51 സബ്ട്രാക്റ്റ് ചെയ്യുന്നു, എക്സ് 51 ആഡ് ചെയ്യുന്നു, ദെൻ മൈനസ് എക്സ് 50. സോ എമ്മിനും എന്നിനും ഇടയിലുള്ള ഓരോ നാച്ചുറൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സീക്വൻസിലുള്ള ടേംസിനെ സബ്ട്രാക്റ്റ് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് രണ്ട് പേരെ വീതം ഗ്രൂപ്പ് ചെയ്യുക. ദെൻ അപ്ലൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1 പ്ലസ് absolute value of xn minus 1 minus xn minus 2 plus etc. ലാസ്റ്റ് നമുക്ക് absolute value of xm plus 1 minus xm എന്ന് കിട്ടും. And we have proved that absolute value of xn plus 1 minus xn is less than 1/2 power n. അങ്ങനെയാണെങ്കിൽ ഈ ടേം ലെസ് ദാൻ 1/2 പവർ n മൈനസ് 1 ആയിരിക്കും. നെക്സ്റ്റ് വൺ ലെസ് ദാൻ 1/2 പവർ n മൈനസ് 2 ആയിരിക്കും. അങ്ങനെ ദിസ് വിൽ ബി ലെസ് ദാൻ 1/2 പവർ m. അപ്പോൾ ഇതിൽ 1/2 പവർ m ഈസ് കോമൺ ടു ഓൾ. സോ ഞാൻ ആ 1/2 പവർ m ഔട്ട് സൈഡ് എടുക്കണം. ഇത് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ടേം 1 ആകും. അതിന് തൊട്ട് മുമ്പ് നമുക്ക് ഉണ്ടാവുക 1/2 പവർ m പ്ലസ് 1 ആണ്. അവിടെ ഒരു 1/2 മാത്രം ഉണ്ടാവും. ഇങ്ങനെ പോയാൽ ഈ ടേമിൽ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നതിൽ ഒരു 1/2 പവർ m ഔട്ട് സൈഡ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓൾറെഡി 1/2 പവർ n മൈനസ് 1 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് m 2കൾ പുറത്തേക്ക് പോയി. സോ വി ഹാവ് 1/2 പവർ n മൈനസ് 1 മൈനസ് m. ദാറ്റ് ഇസ് സെയിം ആസ് 1/2
2 power n minus of m plus 1. ഓക്കെ, ഇതിൽ 1/2 power m ഇവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ളത് this is a geometric progression with the first term 1 and a common ratio 1/2. ആൻഡ് ഇവിടെ നമുക്ക് ഒന്ന് 1/2 power 0, 1/2 power n, 2 power 1 അങ്ങനെ ആകെ 2 power n minus m ടേംസ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് n ടേംസ് ഓഫ് എ ജി പി അതിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല അറിയാം. അത് പ്രകാരം വി വിൽ ഗെറ്റ് 1/2 power m ഇൻറ്റു 1 മൈനസ് 1/2 power n minus m ഡിവൈഡഡ് ബൈ 1/2. ഇതോ ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്കൊരു 1/2 ഉണ്ട്, ഇവിടെ നമുക്ക് കുറേ 1/2കളുണ്ട്. സോ അവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് 1/2 power m minus 1 എന്ന് വരും. ബാക്കിയുള്ളത് നമുക്ക് 1 മൈനസ് 1/2 power n minus m ആണ്. ഇതിൽ ഈ ടേം ലെസ് ദാൻ 1 ആണ്. ഓക്കെ, സോ 1/2 power m minus 1നെ 1നേക്കാളും ചെറിയ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ഇസ് ലെസ് ദാൻ 1/2 power m minus 1. ആൻഡ് ആസ് m ഗോസ് ടു ഇൻഫിനിറ്റി ദിസ് വിൽ ഗോ ടു 0. ഓക്കെ, ഇനി m ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എമ്മിനേക്കാളും വലുതാണ് n. സോ എന്നിനും ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇതാണ്, എമ്മും എന്നും വലുതാവും തോറും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ എന്ന് പറയുന്നത് ചെറുതായി 0യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദിസ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ്. കോഷി സീക്വൻസ് ആയതുകൊണ്ട് നമ്മുടെ കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയ പ്രകാരം നമ്മളിപ്പോൾ എടുത്ത ഈ സീക്വൻസ് കൺവെർജൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത പ്രോബ്ലം വീണ്ടും ഒരു ഐറ്ററേറ്റഡ് ഡെഫിനിഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. x1 ഈക്വൽ ടു 2, xn പ്ലസ് 1 ഈക്വൽ ടു 2 പ്ലസ് 1/xn. ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് സീക്വൻസ് xn. ഇവിടെ നമ്മൾ ഇതിൻ്റെ ലിമിറ്റും കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. സോ എന്താണ് ഈ സീക്വൻസ് എന്ന് നമുക്ക് നോക്കാം. x1 2 ആണ്. ഇവിടെ 2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് x2 ഈക്വൽ ടു 2 പ്ലസ് 1/2 വിച്ച് ഇസ് 2.5. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x3 2.4 എന്ന് കിട്ടും. ദെൻ x4 2.41666 എക്സെട്ര ഇങ്ങനെ നമുക്ക് കിട്ടും. സോ വാല്യൂസ് നോക്കിയാൽ അറിയാം, ദിസ് ഈസ് നെയ്തർ എൻ ഇൻക്രീസിങ് സീക്വൻസ് നോർ എ ഡിക്രീസിങ് സീക്വൻസ്, സോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ മോണോട്ടോൺ സീക്വൻസ്. സോ മോണോട്ടോൺ കൺവെർജൻസ് തിയറം ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും ഞാൻ ആദ്യം കൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കണേ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn പ്ലസ് 1 മൈനസ് xn. xn പ്ലസ് 1 ഇസ് 2 പ്ലസ് 1/xn മൈനസ് xn ഇസ് 2 പ്ലസ് 1/xn മൈനസ് 1. സോ ഇവിടെ 2 മൈനസ് 2 വിൽ ബി 0. വാട്ട് റിമെയിൻസ് ഇസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1/xn minus 1/xn minus 1, which is same as absolute value of xn minus 1 minus xn whole divided by product of xn and xn minus 1. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we have x1 is equal to 2. ഇനി അങ്ങോട്ടുള്ള എല്ലാ xn പ്ലസ് 1കളും 2വിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എവറി xn ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ ഓൾ n എന്ന് പറയുമ്പോൾ xn മൈനസ് 1ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. സോ അവരുടെയൊക്കെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/xn എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഫോർ ഓൾ n ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ഒരു 1/xn ഉണ്ട്, 1/xn മൈനസ് 1 ഉണ്ട്. രണ്ടുപേരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയതുകൊണ്ട് their product is less than or equal to or less than or equal to 1/4 into absolute numerator, absolute value of xn minus 1 എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഓൾറെഡി ഒരു 1/4 ഉണ്ട്. ബാക്കി ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് n-1 കൊടുത്താൽ we will get this is less than 1/4 times absolute value of xn minus 1 minus xn minus 2. വീണ്ടും n-1 പകരം n-2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓൾറെഡി 1/4ഉം ഇപ്പോൾ ഒരു 1/4ഉം വന്നു, രണ്ടും കൂടി ആകുമ്പോൾ 1/4² ആയി ഇങ്ങനെ വന്നു. ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ we will get this is less than
1/4 power n minus 1 ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x2 മൈനസ് x1 എന്ന് കിട്ടും. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x2 മൈനസ് x1 എന്ന് പറയുന്നത് 1/2 ആണ്. സോ 1നേക്കാളും ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഇവിടെയുള്ളത്. സോ 1നേക്കാൾ ചെറിയ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് 1/4 പവർ n മൈനസ് 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1/4 പവർ n മൈനസ് 1. ഇനി കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ n ഗ്രേറ്റർ ദാൻ m രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് xm നേരത്തെ പോലെ xnനും xmനും ഇടയിലുള്ള എല്ലാ മിസ്സിംഗ് ടേംസും സബ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു. ദെൻ അപ്ലൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി. ഇതിൽ ഓരോ ടേമും xn പ്ലസ് 1 മൈനസ് xn ആയിരുന്നെങ്കിൽ ലെസ് ദാൻ 4 പവർ n മൈനസ് 1 കിട്ടി. സോ xn മൈനസ് xn മൈനസ് 1 ആകുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 1/4 പവർ n മൈനസ് 2 പ്ലസ് 1/4 പവർ n മൈനസ് 3 പ്ലസ് എക്സെട്ര 1/4 പവർ m മൈനസ് 1 വരെ കിട്ടും. അതിൽ 1/4 പവർ m മൈനസ് 1 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. വാട്ട് റിമെയിൻസ് ഇസ് 1 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര 1/4 പവർ n മൈനസ് m മൈനസ് 1. വീണ്ടും ജി പിയുടെ ഐഡിയ നമ്മൾ യൂസ് ചെയ്യാണ്. സോ 1/4 പവർ m മൈനസ് 1 ഇവിടെയുണ്ട്. ദെൻ നമുക്കിവിടെ എ എന്ന് പറയുന്നത് ഇവിടെ 1 തന്നെയാണ്. ഫസ്റ്റ് ടേം 1 ആണ്. സോ എ ഇൻറ്റു 1 മൈനസ് ആർ പവർ n. ഇവിടെ ഇപ്പോൾ n മൈനസ് m ടേംസ് ആണുള്ളത്. സോ 1 മൈനസ് 1/4 റേസ് ടു n മൈനസ് m ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ 1 മൈനസ് 1/4. സോ നമ്മളിതിനെ ഒന്ന് 1 മൈനസ് 1/4 ഇസ് 3/4. ഓക്കെ, അപ്പോൾ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 4 പവർ m മൈനസ് 2 പ്രൊഡക്റ്റ് വിത്ത് 1 മൈനസ് 1/4 പവർ n മൈനസ് m എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് ലെസ് ദാൻ 1. സോ ഓവറോൾ ഇത് ലെസ് ദാൻ 1/3 ഇൻറ്റു 4 പവർ m ആയിരിക്കും. ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് വിൽ ഗോ ടു 0. അപ്പോൾ m ഇൻഫിനിറ്റിയിൽ പോവുകയാണെങ്കിൽ അതിലും വലുതാണ് n, അതും ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോയേ പറ്റൂ. സോ വാട്ട് വി ഗെറ്റ് ഇസ് ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് m ആൻഡ് n absolute value of xn minus xm is very negligible and it converges to 0. That means sequence xn is a Cauchy sequence. Cauchy sequence ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് കൺവെർജൻ്റ് ആണ് എന്ന് പറയാം. ഈ സീക്വൻസ് കൺവെർജൻ്റ് ആണ്. കൺവെർജൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ലിമിറ്റിനെ എക്സ് എന്ന് വിളിക്കുകയാണ്. ഇനി നമുക്ക് xn പ്ലസ് 1ഉം xnഉം തമ്മിലുള്ള റിലേഷൻ xn പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 1/xn എന്നറിയാം. ഇപ്പോൾ ലിമിറ്റ് ഓഫ് xn ഈക്വൽ ടു x ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് കിട്ടുക x ഇസ് ഈക്വൽ ടു 2 പ്ലസ് 1/x എന്നാണ്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മളൊരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാ വേരിയബിൾസിനെയും കോൺസ്റ്റൻസിനെയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ x² മൈനസ് 2x മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ x ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac/2a എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് x ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ ഇവിടെ നമുക്കറിയാം എല്ലാ xnനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ലിമിറ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം. ഇവിടെ 1 മൈനസ് റൂട്ട് 2ൻ്റെ വാല്യൂ നെഗറ്റീവാണ്, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല. അപ്പോൾ പിന്നെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് റൂട്ട് 2 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കോഷി സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ കൺവെർജൻ്റ് ആണെന്ന് കിട്ടി. കൺവെർജൻ്റ് ആണ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് ലിമിറ്റും കണ്ടുപിടിച്ചു. അടുത്ത സെഷനിൽ പുതിയ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.